അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ വഅന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളം നന്മകൾ അനുഷ്ഠിക്കുന്നവരാണ്, നന്മകളിൽ മുന്നേറാൻ മത്സരിക്കുന്നവരാണ്. ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സ്വർഗത്തിലേക്കും ആ വിശാലമായ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതാണ്. ഈ മത്സരത്തിനിടയിൽ നമ്മളറിയാതെ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന, അതിനെ നിഷ്ഫലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലി. മുആദേ, നീ ജീവിതത്തിൽ നമസ്കരിക്കുന്നുണ്ട്, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആവർത്തിച്ച് ഉരുവിടുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, രാത്രി നമസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജിഹാദ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, ഈ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെല്ലാം അത് നിൻ്റെ അധീനതയിലുണ്ട് എന്നതിന് നിനക്കെന്താണ് ഉറപ്പ്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. നിങ്ങളൊരിക്കലും നനയ്ക്കാത്ത, പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ എത്രമാത്രം വലിയ നഷ്ടമാണത്. നമ്മുടെ ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ ചെന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പരലോകത്ത് അതെല്ലാം തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ളൊരു ദാരുണമായ പര്യവസാനമാണ് നമ്മെ കാത്തിരിക്കുന്നതെങ്കിൽ എത്രമാത്രം വലിയ ദുരന്തമായിരിക്കും അത്. അതുകൊണ്ട് നിൻ്റെ കർമ്മങ്ങളെല്ലാം നിൻ്റെ മിൽക്കിയത്തിൽ, നിൻ്റെ അധീനതയിലേക്ക്, നിൻ്റെ വറുതിയിലേക്ക് നിനക്കെത്തിക്കാൻ ഉതകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്, നബിയെ താങ്കൾ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചു എന്നാണ്. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി, എന്നിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക അഹാദ, ഈ നാക്കിനെ നീ പിടിച്ചു വെക്കണം മുആദ്. അദ്ദേഹം ചോദിച്ചു, നബിയെ ഫഹൽ മുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങളുടെ സംസാരത്തിൻ്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ പിടികൂടുമെന്നാണോ താങ്കൾ പറയുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, തക്കിലത്തുക ഉമ്മുക യാ മുആദ് ഫഹൽ യകുബ്ബുൻ നാസു ഇലന്നാരി ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം. ഒരുപാട് ആളുകൾ ഒരുപാട് നന്മകളും കർമ്മങ്ങളുമായി പരലോകത്ത് വരും. പക്ഷേ എന്നിട്ട് ആ നന്മകൾ വിതച്ച് അതിൻ്റെ വിളവെടുക്കുന്നതിന് പകരം അവർ നരകം കൊയ്തെടുക്കുന്ന അവസ്ഥ വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കാരണം അവരുടെ ഈ നാക്കാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലൂടെ വരുന്ന കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് നിങ്ങളുടെ വിശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള കർമ്മങ്ങളും വാക്കുകളുമാണ്. ആ ഹൃദയം വിശുദ്ധമാകാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായ അവയവം അത് നമ്മുടെ നാക്കാണ്. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരാളുടെ ഹൃദയം നന്നാകാതെ അവൻ്റെ ഈമാൻ ശരിയാകില്ല. കാരണം ഹൃദയത്തിലാണ് ഈമാനിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിലേക്കാണ് ഈമാൻ ഇറങ്ങേണ്ടത്. ആ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങാനുള്ള, അതിനെ ഇറക്കാനുള്ളൊരു അവയവമാണ് നാക്ക് എന്ന് പറയുന്നത്. വലാ യസ്തഖീമു ഖൽബഹു ഇല്ലാ യസ്തഖീമു ലിസാനുഹു. ഒരുത്തൻ്റെ ഹൃദയം നന്നാവുകയില്ല അവൻ്റെ നാവ് നന്നാകാതെ എന്നാണ്. നാവ് കൊണ്ട് നമ്മൾ ഒരാളെ മോശമായ വാക്കുകൾ കൊണ്ട്
അഭിമുഖീകരിച്ചാൽ അതിൻ്റെ പര്യവസാനം അല്ലെങ്കിൽ അതിൻ്റെ ആ ദുര്യോഗം അത് ഹൃദയത്തെ ബാധിക്കും. നമ്മൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഖേദിക്കും. എപ്പോഴും നമ്മൾ സ്ട്രെസ്സായി മാറും. അതിൻ്റെ പേരിൽ കുറ്റബോധം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. എന്താ കാരണം? ഞാൻ നാവ് കൊണ്ട് അവനെ ചീത്ത പറഞ്ഞു, ഞാൻ അവന് നാവ് കൊണ്ട് മോശമായത് പറഞ്ഞു, അവനെ പറ്റി നാവ് കൊണ്ട് ഇല്ലാത്തത് പറഞ്ഞു. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ഹൃദയത്തിൽ വിശുദ്ധിയില്ലാത്തവൻ നാവ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. വതലഖൗനഹു ബി അൽസിനതിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അളീം. ഇത് തൽഖൗനഹു ബി അൽസിനതിക്കും, നാവ് എന്തൊക്കെയോ ഏറ്റെടുത്ത് ആരൊക്കെപ്പറിച്ച് എന്തൊക്കെയോ നമ്മളെക്കുറിച്ച് നമുക്ക് അറിവുകൾ തന്നു. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ നമ്മളത് പലരോടും പറഞ്ഞു. വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അളീം. നമ്മൾ വിചാരിക്കുന്നു അത് വളരെ ലളിതമാണ്, അത് സിമ്പിളാണ്. ഇന്നൽ അബ്ദ ഇദാ തകല്ലമ കലിമത്തൻ ലാ യൽഖവ ലഹു ബാലൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ സംസാരിക്കുന്നു, പക്ഷേ അവൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാനല്ല. അത് സിമ്പിളായിട്ടാണ് അവൻ കാണുന്നത്. അവൻ നരകത്തിലേക്ക് എറിയപ്പെടും. 70 വർഷം സഞ്ചരിച്ചാലും എത്താത്തത്ര ആഴത്തിലുള്ള നരകാഗ്നിയിലേക്ക് അതിൻ്റെ പേരിൽ അവൻ എറിയപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങൾക്ക് ആ വാക്ക് വളരെ സിമ്പിളായിരിക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ്. ഈ നാക്കിനെ നാളെ പരലോകത്ത് അള്ളാഹു സീല് വെച്ച് മറ്റു അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമ്മളോട് സംസാരിപ്പിക്കുമെന്നാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അങ്ങനെ നാക്ക് നമുക്കെതിരെ മറ്റു അവയവങ്ങൾ സംസാരിക്കുമ്പോൾ നാക്ക് അതിനോട് പറയും, ഇന്നി കുൻതു ഉനാദിലുഹു, നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്, നിൻ്റെ സുഖത്തിന് വേണ്ടിയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്, എന്നിട്ട് നീ എനിക്കെതിരെ വരികയാണോ എന്ന് പറഞ്ഞ് നാവ് പോലും വിലപിക്കുന്നൊരവസ്ഥ നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാവിനെ സൂക്ഷിക്കുക, നന്മയായത് മാത്രം പറയുക, തിന്മ അറിയേണ്ടി വന്നാൽ മിണ്ടാതിരിക്കുക എന്ന പ്രവാചക വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വീഴുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. BMC ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ഈ റഹ്ലൻ റമദാൻ പ്രോഗ്രാമിൽ എന്നെ ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും നേരുന്നു. സർവശക്തൻ അമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.